അങ്ങനെ സുഖു രാജീവിനോട് ശാരി മേഡം വീട് പൂട്ടി താക്കോൽ എന്നെ ഏൽപ്പിച്ചു പോയി എന്ന് പറയുമ്പോൾ എങ്ങോട്ടാ പോയെന്ന് രാജീവൻ ചോദിക്കുന്നതും അത് സാറിനല്ലേ അറിയുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ സുഖു. എപ്പോഴാണ് പോയെന്ന് രാജീവ് ചോദിക്കുന്നതും കഷ്ടിച്ച് ഒരു 5 മിനിറ്റ് ആയി എന്ന് പറയുന്നുണ്ട് സുഖു. ഇതേ സമയം ഷാരി ആണെങ്കിൽ റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ കറക്റ്റ് മോഹനചന്ദ്രന്റെ കാറ് ഷാരിയുടെ അടുത്ത് കൊണ്ട് നിർത്തുന്നുണ്ട്. തുടർന്ന് പറയുന്നുണ്ട്, നീ ഇങ്ങനെ വഴിയാധാരമായി അല്ലേ ഷാരിമോളെ, സുഖമായിട്ട് നിന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്, കയറിയാട്ടെ എന്ന് മോഹനചന്ദ്രൻ പറയുന്നതും പിച്ചെടുത്ത് ജീവിക്കേണ്ടി വന്നാലും തന്റെ ഔദാര്യത്തിൽ ജീവിക്കാൻ ഷാരിയെ കിട്ടില്ല എന്ന് അയാളുടെ മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട് കേട്ടോ ഷാരി. തുടർന്ന് മോഹനചന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കല്ലേ, നീ ഇവിടെ കിട്ടിയാലും എവിടെ പോയാലും എന്റെ കയ്യിൽ കിട്ടും, കാരണം എന്താ, എന്റെ മനസ്സ് നിന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് മോഹനചന്ദ്രൻ. നീ വണ്ടിയിൽ കയറ്, ഭാര്യയും പിള്ളേരും ഉള്ള രാജീവിനേക്കാൾ ക്വാളിറ്റി ഇല്ല എനിക്ക്, ഒളിച്ചും പാത്തൊന്നുമല്ല, എല്ലാവരും കാണുകയും നിനക്ക് വീടെടുത്ത് തരുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മോഹനചന്ദ്രൻ. നീ എന്റെ പെണ്ണായി കഴിഞ്ഞാൽ മതി എന്നൊക്കെ മോഹനചന്ദ്രൻ പറയുന്നത് കേട്ട് ശരിക്കും ശാരിയാണെങ്കിൽ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നതും വണ്ടി കയറിയെന്ന് പറഞ്ഞുകൊണ്ട് ബലമായിട്ട് ശാരിയുടെ കൈ പിടിച്ച് മോഹനചന്ദ്രൻ കാറിലേക്ക് കയറ്റാൻ നോക്കുമ്പോൾ ഉടനെ തന്നെ രാജീവ് വരികയാണ് കേട്ടോ അവിടേക്ക്. തുടർന്ന് പറയുന്നത്, എത്ര കിട്ടിയാലും നിനക്ക് നാണമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് രാജീവൻ മോഹനചന്ദ്രനോടായിട്ട്. നാണമില്ലാതെ ഇവളെയും കൊണ്ട് നടക്കുന്നത് നീയാണെന്ന് മോഹനചന്ദ്രൻ പറയുമ്പോൾ മോഹനചന്ദ്രനെ തള്ളി മാറ്റി ശാരിയെ നീ എവിടെ പോകാതെ ഇറങ്ങിയതാണെന്ന് ചോദിച്ചുകൊണ്ട് രാജീവൻ പിടിച്ച് ശാരിയെ കൊണ്ടുപോവാണ് കേട്ടോ ചെയ്യുന്നത്. ഇതൊക്കെ മോഹനചന്ദ്രൻ അത് ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ മൊബൈലിൽ. അതിനുശേഷം കാറിൽ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ കാറ് നിർത്താൻ ശാരിക പറയുന്നുണ്ട് കേട്ടോ രാജീവിനോട്. അങ്ങനെ രാജീവ് കാറ് നിർത്താണ്. തുടർന്ന് ശാരികയുടെ കാറിൽ കയറാൻ പറയുന്നുണ്ട് കേട്ടോ രാജീവൻ. എങ്ങോട്ടാ പോണേന്ന് അവള് ചോദിക്കുമ്പോൾ അത് പോകും വഴി തീരുമാനിക്കാമെന്ന് രാജീവ് പറയുന്നതും അതൊക്കെ പറഞ്ഞുകൊണ്ട് ബലമായിട്ട് കാറിൽ ഇരുത്താൻ നോക്കുകയാണ് കേട്ടോ രാജീവ് ചെയ്യുന്നത്. ഇതേ സമയം കുറെ നാട്ടുകാർ അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഇതാരാണ്, ഇവളെ എവിടെ കൊണ്ടുപോകണമെന്നൊക്കെ രാജീവിനോട് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണെന്ന് രാജീവ് അവരോട് പറയുമ്പോൾ ഇതൊക്കെ മോഹനചന്ദ്രൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാരാണെന്ന് നാട്ടുകാർ ശാരിയോട് ചോദിക്കുമ്പോൾ ആരുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ശാരി. ഇതാരാണെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ രാജീവിനെ കൈകാര്യം ചെയ്യാൻ മുതിരാണ് ഒരാള്. ഉപദ്രവിക്കരുത്, ഇദ്ദേഹത്തിന് ആള് മാറിപ്പോയതാണ്, ഞാൻ ഇവിടെ വെച്ച് ആദ്യമായി കാണുന്നത്, എനിക്കറിയില്ല ഇതാരാണെന്നൊക്കെ ശാരി ഇങ്ങനെ അവരോടായിട്ട് പറയുന്നുണ്ട്. ഇത് കണ്ട് മോഹനചന്ദ്രൻ ചിരിയോടെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അതിനുശേഷം ശാരി ഓട്ടോയിൽ കയറി പോകുന്നതൊക്കെ മോഹനചന്ദ്രൻ തടുക്കുന്നുണ്ട്. പിന്നീട് ശാരി എവിടേക്കാ പോയെന്ന് വല്ല വിവരവും ഉണ്ടോ എന്ന് രാഖി രാജേന്ദ്രനോട് ചോദിക്കുമ്പോൾ വാടക വീട് പൂട്ടി താക്കോൽ ഏൽപ്പിച്ച ആ വീട് സൂക്ഷിക്കുന്ന ആളോട് ഇനി വരില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിയെന്ന് പറയുന്നുണ്ട് കേട്ടോ രാജേന്ദ്രൻ.